ദൈവത്തിൻ്റെ നീതീകരണത്തിന് പാത്രമാകുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ വംശാവലി ചരിത്രം. 3 ഭാഗങ്ങളിലൂടെ ഈ ധ്യാനത്തെ നമുക്ക് സമ്പൂർണ്ണമാക്കാം. 1. ഒരു പുതിയ പേരിൽ അറിയപ്പെടുവാൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമാണ് 1-ാം വായന. കർത്താവ് പറയും, കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും എന്ന്. ഈ പേരിൽ അറിയപ്പെടുവാൻ വേണ്ടി ദൈവം കാത്തിരുന്ന ഒരു വലിയ കാലം. അതാണ് യേശുവിൻ്റെ വംശാവലി ചരിത്രം. മനുഷ്യരും കാലങ്ങളും ചരിത്രങ്ങളുമെല്ലാം ദൈവത്തെ നവീകരിക്കുവാൻ അഥവാ ദൈവത്തിൽ നവീകരിക്കപ്പെടുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ക്ഷമ, സൗഖ്യമെല്ലാം എല്ലാ നിമിഷവും നമ്മളിലൂടെ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്താണ് നവീകരണം? പഴയതായിരുന്ന ഞാൻ, പാപത്തിലായിരുന്ന ഞാൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെതായി മാറുന്നതാണ് അത്. 2. ജനതകളുടെ നീതീകരണവും മഹത്വവും. ജനതകളുടെ നീതീകരണത്തിനും മഹത്വത്തിനായുമാണ് സർവ ദൈവ പദ്ധതികളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അഥവാ നിലകൊള്ളുന്നത്. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 38-ാം വാക്യം പറയും, സഹോദരരെ, നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു വഴിയത്രേ. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കുവാനാകാത്ത കാര്യങ്ങളുണ്ട് എന്ന്. ഓരോ തലമുറയും ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവ പദ്ധതിക്കായി ഒരുക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. നീതീകരിക്കപ്പെടുക എന്നാൽ ക്ഷമിക്കപ്പെടുക എന്നതിലും മഹത്തരമാണ്. അത് എല്ലാ കളങ്കങ്ങളിൽ നിന്നും കറകളിൽ നിന്നും വിശുദ്ധീകരിക്കുന്നതാണ്. ഒരു കോടതിക്കും ഒരു പാപിയോട് ക്ഷമിക്കുകയും അതേസമയം നീതി നടത്തുകയും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ വംശാവലി ചരിത്രം എന്നത് ക്ഷമിക്കുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യുവാൻ ദൈവം എടുക്കുന്ന കാലയളവാണ്. 3. എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? ആരും അവനവൻ്റെ കർമ്മത്താൽ നീതീകരിക്കപ്പെടുന്നില്ല. റോമാക്കാർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരം പറയും, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. നീതീകരിക്കപ്പെടുവാൻ നിയമമല്ല, ദൈവത്തിൻ്റെ കരുണയാണ് ആവശ്യം. നമ്മെ നീതീകരിക്കുവാൻ ദൈവമെടുക്കുന്ന കരുണയുടെ സമയമാണ് വംശാവലി ചരിത്രം. നീതീകരണത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലുള്ള ഐക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം ഇപ്രകാരം പറയും, എൻ്റെ സന്തോഷമെന്ന് നീയും വിവാഹിതയെന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും. നാം നീതീകരിക്കപ്പെടുന്നത് ദൈവത്തിലൂടെയാണ്. നാം നീതീകരിക്കപ്പെടുന്നത് കൃപയിലൂടെയാണ്. നാം നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തു രക്തത്തിലൂടെയാണ്. നാം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്തിലൂടെയാണ്. നാം നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തു ഉത്ഥാനത്തിലാണ്. നാം നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. നാം നീതീകരിക്കപ്പെടുന്നത് നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. വംശാവലി ചരിത്രം സമ്പൂർണ്ണമാകുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തോടെയാണ്. യേശു മനുഷ്യരുടെ രക്ഷകനായി ജനിക്കുവാൻ ദൈവം തിരുമനസ്സായി എന്നതാണ് നീതിയുടെ പൂർണ്ണത. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വംശാവലി ചരിത്രം രക്ഷ നമുക്ക് നൽകുവാൻ ദൈവം കാത്തിരുന്ന സമയമാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ പാരമ്പര്യവും ഒക്കെയും ദൈവ പദ്ധതിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയുള്ള സമയങ്ങളാണ് എന്ന ബോധ്യത്തിൽ കഴിഞ്ഞുപോയവരെയും ജീവിക്കുന്നവരെയും വരുവാനിരിക്കുന്നവരെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പുൽക്കോട്ടിൽ നിന്നെ തേടി നീ
കുഞ്ഞു തുള്ളി പെയ്യുമീ മണ്ണിലായി പിറന്നു നീ, കുഞ്ഞു കണ്ണു ചിമ്മിനി സ്നേഹമേ. കുഞ്ഞിളം കാറ്റിലായി മണ്ണിതിൽ രാജനായി ഛായമീ കുരുന്നു നീ ജീവനേ. സ്നേഹം പാരിൽ ഏകിടാനായി വന്നു വെണ്ണിൻ നാഥൻ നീയോ ഈശോ. സ്നേഹം പാരിൽ ഏകിടാനായി വന്നു വെണ്ണിൻ നാഥൻ നീയോ ഈശോ. ഈ വാനിൽ നീരാവിൽ പൊൻതിങ്കൾ മിന്നുന്നേ, തേനേകം പൂ പോലെ വെൺതാരം പോലെ. ഈ വാനിൽ നീരാവിൽ പൊൻതിങ്കൾ മിന്നുന്നേ, തേനേകം പൂ പോലെ വെൺതാരം പോലെ. Christmas